അഡ്വക്കേറ്റ് ബി.ജി. വിഷ്ണു, ബി.ജെ.പിയെ സംബന്ധിച്ച് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം, നടത്തിയ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് തൃപ്തി തരുന്നതാണോ? പ്രത്യേകിച്ച് RSSുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച, അതൊക്കെ അന്വേഷണം നടത്തിയ ശേഷം തീരുമാനം വരും എന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിനൊരു സാധാരണഗതിയിൽ RSSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു കൃത്യമായ നിലപാടും പ്രതികരണം ഉണ്ടല്ലോ, അത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കണ്ടില്ല, ഈ വിഷയത്തിൽ കാണുന്നുമില്ല. BJPയെ സംബന്ധിച്ചോളം ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ആരോപണ വിധേയരെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം മുന്നോട്ട് പോകാൻ എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? മഹാമനസ്കനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹാനായ ശശിയോടും MR അജിത് കുമാറിനോടും സദയം ക്ഷമിച്ചിരിക്കുകയാണ്. കാരണം അവരൊന്നും തെറ്റുകാരല്ലെന്നും ആരോപണം ഉന്നയിച്ചവർ മാത്രമാണ് തെറ്റുകാരെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അൻവറെ LDFന്റെ MLA എന്ന നിലയിൽ രാജി മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെടണമല്ലോ, തെറ്റാണ് പറഞ്ഞതെങ്കിൽ. പക്ഷേ ഇവിടെ അൻവറിന്റെ രാജി ആരോപണം മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നില്ല. പക്ഷേ അൻവറിനെയും അജിത് കുമാറിനെയും P ശശിയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി കൈക്കൊണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേർന്നു? DGP ആയിരുന്ന സെൻകുമാറിനെതിരെ എന്ത് നിലപാട് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു? അടുത്ത് ജേക്കബ് തോമസിനെതിരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇങ്ങനെ പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അവരെയൊക്കെ DGP സ്ഥാനത്ത് നിന്നും മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്ത പിണറായി വിജയന് ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ കേട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമേൽ നടപടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം, MR അജിത് കുമാറിനെയും P ശശിക്കെതിരായി ഏതെങ്കിലും ഒരു ചലനത്തിന് മുഖ്യമന്ത്രി തുടർന്നാൽ ആദ്യം തെറിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കസേരയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി പുറത്ത് പറഞ്ഞു കഴിഞ്ഞു. കാരണം പല കള്ളക്കടത്ത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും അധോലോക സംഘങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ കേരളത്തിലെ പോലീസിനെയും അധോലോക സംഘങ്ങളുടെയൊക്കെയും ഇടനിലക്കാരായി പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ഞങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ശശിയുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് ഈ സംഘടന പ്രവർത്തിച്ചത്. അഡ്വക്കേറ്റ് ബി.ജി. വിഷ്ണു, 1.5 മണിക്കൂർ ചർച്ച നടത്താൻ, 3 തവണ ചർച്ച നടത്താൻ പ്രധാനപ്പെട്ട നേതാക്കൾ RSS നേതാക്കന്മാരെ, വിവിധ സമൂഹത്തിൽപ്പെട്ട IASകാരും IPSകാരും DGPമാരും റിട്ടയർഡ് DGPമാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്താണ് അവരുടെ പ്രൊമോഷൻ, അവരുടെ അടുത്ത പോസ്റ്റ്, ഇതൊക്കെയാണ് RSS തീരുമാനിക്കുന്നത്. എന്തുദ്ദേശത്തെ RSS ഒന്നും തീരുമാനിക്കാല്ല. RSS നേതാക്കന്മാരെ സ്വതന്ത്രമായി ആർക്ക് വേണമെങ്കിലും കാണാനുള്ള സാഹചര്യമുണ്ട്. അല്ലാതെ RSS നേതാക്കന്മാരെല്ലാം കടക്കു പുറത്തെന്ന് പറയുന്നവരല്ല. അവർക്ക് ആർക്ക് വേണമെങ്കിലും കാണാൻ കഴിയും. പക്ഷെ അവർക്ക് എന്ത് തീരുമാനമെടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അല്ലാതെ ഞങ്ങളാരെ അങ്ങോട്ട് പോയി കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഒരുപാട് പറഞ്ഞല്ലോ. പക്ഷേ ADGPക്കെതിരെ സെൻകുമാറിനോടുള്ള നിലപാട് എന്തുകൊണ്ടില്ല എന്ന ആരോപണം വരുമ്പോൾ അതിൽ പറയപ്പെടുന്ന ഒരു വിമർശനം ഇതാണ്: മുഖ്യമന്ത്രിയും BJPയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും RSSനും ഇടയിലുള്ള ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണ് ഈ ADGP എന്നുള്ളതാണ് ആരോപണം. അതിലെ BJP എന്താണ് അതിന് മറുപടി? BJPക്ക് സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഇഞ്ചോടിഞ്ച് പോരാടിയും ചോരവീണുമാണ് കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വളർന്നു കയറിയത്. ഞങ്ങൾക്കിവിടെ പ്രവർത്തിക്കാൻ ഒരു മുഖ്യമന്ത്രിയുടെയോ ഒരു ADGPയുടെയോ ഒത്താശ ഞങ്ങൾക്ക് ആവശ്യമില്ല. 2% വോട്ടില്ലാത്ത കാലഘട്ടത്തിൽ പോലും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസ്സുകാരോടും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഭീകരവാദ സംഘടനകൾക്ക് പോരാടി നിന്നുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചത്. ഞങ്ങൾക്ക് ഇവിടെയൊന്നും ഒരു ഒത്താശയും വേണ്ട കേരളത്തിൽ പ്രവർത്തിക്കാൻ. ഞങ്ങൾക്ക് മുന്നിൽ ഇവരൊന്നും ഒന്നുമല്ല ായി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, അന്ന് നിന്നിട്ടുള്ളത്. അന്ന് ഞങ്ങൾക്ക് നിലപാടുണ്ടായിരുന്നു. 2 MPമാരുള്ള കാലഘട്ടത്തിലും 2% വോട്ട് പോലും ഒരു പഞ്ചായത്ത് മെമ്പർമാർ പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും മാർക്സിസ്റ്റ് പാർട്ടിയെയും അവരുടെ ആശയങ്ങളെയും നഖശികാന്തം തീർത്ത് അവരോടൊപ്പം ഒരു ഒത്തുതീർപ്പിനും തയ്യാറാത്ത ഒരേ ഒരു പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബലിദാനികൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ എത്രയോ പ്രവർത്തകന്മാരെ അവർ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. ആ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ ഒത്തുതീർപ്പിന് പോയി എന്ന് നിങ്ങൾ ആരോപിച്ചാൽ അതങ്ങ് മടക്കിക്കൂട്ടി കയ്യിൽ വെച്ചാൽ മതി. അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ വിലപ്പോകാൻ പോകുന്നില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി ദുർബലനായിട്ടുണ്ട്. കാരണം കേരളത്തിൽ അധോലോക സംഘങ്ങളുടെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്തിയിട്ടുണ്ട്. CPMനുള്ളിൽ വലിയ പടപ്പുറപ്പാടുണ്ട്. ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ PP അൻവർക്ക് ശക്തമായ പിന്തുണ നൽകുന്നു. അപ്പോൾ ഇന്ന് അവരുടെ വലിയൊരു ആഭ്യന്തര പോര് CPMനുള്ളിൽ നിലനിൽക്കുന്നുണ്ടാണ്. ഇത്രയും ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചെങ്കിലും ചാനലിൽ വന്നിരിക്കാൻ ഒരു CPM നേതാവും ധൈര്യം കാണിച്ചില്ലല്ലോ അതിന് മറുപടി പറയാൻ. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വന്നപ്പോൾ മാത്രമാണ് അവർക്ക് വരാനുള്ള ധൈര്യം
കിട്ടിയത്. അപ്പോൾ ഇതിൽ വലിയൊരു പോര് ഉള്ളിൽ നടക്കുന്നു. ആ പോരിന്റെ ഭാഗമായി നടക്കുന്ന ഈ പങ്കിടലുമായി ബന്ധപ്പെടുന്ന തർക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഒരുമിച്ച് നിന്ന് കൊള്ളവിഹിതം പങ്കുപറ്റിയിരുന്നവർക്ക് ഇപ്പോൾ തെറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇന്ന് ഇതെല്ലാം വിളിച്ചു പറയാൻ തയ്യാറായിരിക്കുന്നത്. മുഖ്യമന്ത്രി അൻവർ പറഞ്ഞതെല്ലാം നിഷേധിക്കുമ്പോൾ എന്തുകൊണ്ട് അൻവറെ പുറത്താക്കുന്നില്ല? കളി കാണും അല്ലേ? RSS ADGP കൂടിക്കാഴ്ചയാണല്ലോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം. അതിപ്പോൾ RSS നേതാക്കന്മാരെ കണ്ടു വന്നവരോടൊക്കെ നടപടിയെടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ആരെയും അങ്ങോട്ട് പോകാറില്ലല്ലോ കാണാൻ വേണ്ടി. ഞങ്ങളെ കണ്ടു വന്നവർക്കെതിരെയെല്ലാം ഞങ്ങൾ നടപടിയെടുക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലല്ലോ പ്രശ്നം. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തും അധോലോക ബന്ധവും മാഫിയ ബന്ധവുമാണ്. അല്ലാതെ RSS നേതാക്കളെ കാണുന്നത് നിയമവിരുദ്ധമാണോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമാണോ? അല്ലല്ലോ സ്മൃതി. RSS നേതാക്കന്മാർ ഇവിടെ ആർക്കും കാണാൻ കഴിയും. അതിനല്ല നടപടിയെടുക്കേണ്ടത്. നടപടി പ്രവൃത്തിയുടെ പേരിലാണ്. അനധികൃതമായ സ്വത്ത് സമ്പാദന കേസിൽ, അധോലോക ബന്ധങ്ങളുമായുള്ള പ്രവർത്തനത്തിൽ, സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇതിലാണ് നടപടിയെടുക്കേണ്ടത്. അല്ലാതെ RSS നേതാക്കന്മാരെ കണ്ട് നടപടിയെടുക്കാനാണെങ്കിൽ ഈ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴും വീട്ടിലിരിക്കേണ്ടി വരും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.